പ്യാരെ ബച്ചോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്രീയ വിദ്യാലയ CBSE ഹിന്ദി കോഴ്സ് എയുടെ ക്ലാസ് 10ൻ്റെ ഒരു ലെസണാണ്. ബാൽ ഗോവിന്ദ് ഭഗത്. ബാൽ ഗോവിന്ദ് ഭഗത്തിൻ്റെ ആ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. खेती बाड़ी से जुड़े गृहस्थ बाल गोविंद भगत अपनी किन चारित्रिक विशेषताओं के कारण साधु कहलाते थे? ഇത് തന്നെ വേറെ രീതിയിലും ചോദിക്കാം. बाल गोविंद भगत के व्यक्तित्व की दो विशेषताएं लिखिए. അല്ലെങ്കിൽ बाल गोविंद भगत सच्चे साधु थे के संदर्भ में उनके चरित्र पर प्रकाश डालिए. ഇതെങ്ങനെ ചോദിച്ചാലും നമ്മൾ പഠിക്കേണ്ട ഇത്രയേ ഉള്ളൂ. बाल गोविंद भक्त खेती बाड़ी करने वाले गृहस्थ थे, फिर भी उनका आचरण साधुओं जैसा था. बाल गोविंद കൃഷിക്കാരനാണ്, കൃഷിപ്പണി ചെയ്യുന്നവനാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആചാര മര്യാദകളൊക്കെ സാധു സന്തുക്കളെ പോലെ, സന്യാസിമാരെ പോലെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. सबसे पहली बात यह थी कि वे अपना जीवन साहब को സമർപ്പിത് കിയേ ഹുയേ थे. ഹം സാഹബ് കാ അർത്ഥ ഭഗവാൻ ഹെ. ഇവിടെ അദ്ദേഹം ശരിക്കും തൻ്റെ ജീവിതം ഈശ്വരന് വേണ്ടി അർപ്പിച്ചിരിക്കുകയാണ്. ഈശ്വരനെയാണ് സാഹബ് എന്ന് ഇവിടെ പറയുന്നത്. വേ സ്വയം ഗോ ഭഗവാൻ കാ ബന്ദ മാനത്തെ थे. वे अपनी कमाई पर भी पहले भगवान का हक मानते थे, इसलिए फसलों को पहले साहब के दरबार में अर्थात कबीरपंथी मठ में ले जाते थे. അത് തൻ്റെ ജീവിതം തന്നെ ഭഗവാൻ സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തൻ്റെ സമ്പാദ്യം, അതായത് കൃഷി എല്ലാം കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ട് ആ കിട്ടിയ ധാന്യങ്ങളും കൊണ്ട് അത് ഭഗവാന്റെ പാദത്തെങ്കിൽ അർപ്പിക്കാനായിട്ടാണ് തൻ്റെ വിളവുകളെല്ലാം കൊണ്ട് ഭഗവാന്റെ കാണിക്കയായിട്ട് കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. അതിന് കബീർപന്ഥി മഠത്തിൽ പോയിട്ട് അവിടെ കൊണ്ടുവെക്കുന്നു. വഹാം സേ ജോ പ്രസാദ് രൂപമേ വാപ്പസ് മിൽത്താ ഥാ ഉസീമേ അപ്പനാ ഗുസാര കർത്തേ थे. എന്നിട്ട് അവിടെ കാഴ്ചവെച്ചതിന് ശേഷം അവിടുന്ന് കിട്ടുന്ന ബാക്കി ഈ ഫസലുകൾ, അതായത് പ്രസാദ രൂപത്തിൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം പോലെ ആ പ്രസാദ രൂപത്തിൽ കിട്ടുന്ന ബാക്കി ഫസലാണ് തൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നത്. वे अपने जीवन को भी भगवान की देन मानते थे, इसलिए वे मृत्यु को दुख नहीं बल्कि उत्सव मानते थे. അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ ഈശ്വരൻ്റെ ദാനമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് മരണം വന്നിട്ട് അവിടെ മരണം സംഭവിച്ചിട്ട് ഒരു സങ്കടവുമല്ല, മറിച്ച് ഉത്സവമായിട്ടാണ് അദ്ദേഹം ആഘോഷിച്ചത്. ഉനോനെ അപ്പനെ പുത്രിക്ക് മൃത്യുക്ക് ഉത്സവക്ക് തരഹുമാനായ. അദ്ദേഹം തൻ്റെ മകൻ്റെ മരണം അത് ഒരു ഉത്സവം പോലെയാണ് ആഘോഷിച്ചത്. भगत जी कभी किसी के साथ झूठ नहीं बोलते थे, झगड़ा नहीं करते थे, किसी को कोई चीज़ नहीं लेते थे. അദ്ദേഹം ഒരിക്കലും കള്ളം പറയത്തില്ല, അതേപോലെ തന്നെ ആരുമായിട്ട് വഴക്കുണ്ടാക്കത്തില്ല, അതേപോലെ ആരുടെ സാധനവും ഒരുത്തരുടെയും സാധനം എടുക്കാറുമില്ല. യഹാം തക്കി കിസി കെ ഖേത്ത് മേ ശൗച് തക്ക് ഹോനെ നഹീം ജാത്തേ थे, ഏ സാധു ഹോനെ കെ ഹി ലക്ഷൺ ഹെ. ഇതെല്ലാം അദ്ദേഹം ഒരു സന്യാസിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. वे अपना तन मन प्रभु भक्ति और भक्ति गीत गाने में लगाया करते थे. തൻ്റെ ജീവിതം, തൻ്റെ ശരീരവും മനസ്സുമെല്ലാം ഈശ്വരൻ്റെ ഭക്തിയിലേക്ക്, അതായത് ആ ഒരു ഭക്തി ജീവിതത്തിലേക്ക് മാത്രം അർപ്പിച്ച് കഴിയുന്നയാളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭഗത് की പുത്രവധു ഉനെ അകേലെ ക്യോം നഹീം ചോടന ചാഹത്തി थी. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഉപേക്ഷിക്കേണ്ടത്? ഭഗത് की പുത്രവധു जानती थी कि भगत जी संसार में अकेले हैं, उनका एकमात्र पुत्र मर चुका है, वे बूढ़े हैं और भक्त थे. ഭഗത്ജിയുടെ പുത്രവധുവിനറിയാം അദ്ദേഹം ഈ ലോകത്ത് ഒറ്റയ്ക്കാണെന്നും ഏകനാണെന്നും അദ്ദേഹത്തിൻ്റെ ഏകമാത്ര, അതായത് ഒരേ ഒരു പുത്രനാണ് മരിച്ചു പോയത്. അതേപോലെ അദ്ദേഹം പ്രായമായ മനുഷ്യനാണ്, വയസ്സനാണ്, ഈശ്വരൻ്റെ ഭക്തനാണ്. ഒരേ ഘർ ബാർ അവർ സംസാരമേ കോയി രുചി നഹി. അദ്ദേഹത്തിന് വീടോ വീട്ടുകാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ യാതൊരു താല്പര്യമില്ല. അതഹ വേ അപ്പനെ ഖാനെ പീനെ അവർ സ്വാസ്ഥ്യക്ക് ഓർ ഭി ധ്യാൻ നഹി ദേ പായെങ്കിൽ. അദ്ദേഹം തൻ്റെ ആഹാരത്തിനോ, അതായത് കഴിക്കാനോ കുടിക്കാനോ, അതുമാത്രമല്ല തൻ്റെ ആരോഗ്യം പോലും ശ്രദ്ധിക്കാൻ
അദ്ദേഹത്തിന് സമയവുമില്ല, അദ്ദേഹം നോക്കത്തുമില്ല. इसलिए पुत्रवधू सेवाभाव से उनके चरणों की छाया में अपना दिन बिताना चाहते थे. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരുമകൾ പുത്രവധു അദ്ദേഹത്തിൻ്റെ കാലടികളും, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് തീരുമാനിച്ചത്. വഹ ഉൻകെ ലിയെ ഭോജൻ അവർ ദവാ ദാരു കാ പ്രബന്ധ കർണാ ചാഹത്തി थी. അദ്ദേഹത്തിന് വേണ്ടി ആഹാരവും മരുന്നും ഒക്കെ സമയാസമയം കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് പുത്രവധു വീട്ടിൽ തന്നെ കഴിയുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, भगत ने अपने बेटे की मृत्यु पर अपनी भावनाएं किस तरह व्यक्त की? भगत ने अपने बेटे की मृत्यु को ईश्वर की इच्छा कहकर उसका सम्मान किया. उन्होंने उस मृत्यु को आत्मा परमात्मा का शुभ मिलन माना, इसलिए उस उत्सव की तरह मनाया. അദ്ദേഹം തൻ്റെ പുത്രൻ്റെ മരണം അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് കരുതി അതിൽ അഭിമാനിക്കുകയാണ് ചെയ്തത്. അതുകൂടാതെ മൃത്യു എന്ന് പറയുന്നത് ആത്മാവും പരമാത്മാവും, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള കൂടിച്ചേരലാണെന്നും അദ്ദേഹം അറിയുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു ഉത്സവം പോലെ ഈശ്വരനിലേക്ക് ചേർന്നല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ് ഉത്സവത്തിലൂടെ അദ്ദേഹം പങ്കുവെച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ ആഘോഷിച്ചത്. ഉन्होंने पुत्र के शव को सफ़ेद वस्त्र से ढककर उसे फूलों में से सजाया, उसके सिरहाने दीपक रखा, फिर वे उसके सामने प्रभु भक्ति के गीत गाने लगे. അദ്ദേഹം എല്ലാ ഒരുക്കങ്ങളോടും നടത്തി ഈശ്വര ഭക്തിഗീതങ്ങളും ഒക്കെ പാടി. വേ ഖാജരി की ताल पर तल्लीन होकर गाते चले गए. उन्होंने विलाप करती हुई पतोहू को भी उत्सव मनाने के लिए कहा. കരഞ്ഞുകൊണ്ടിരുന്ന മരുമകളോടും പറഞ്ഞു, നീ കരച്ചിൽ നിർത്തിയിട്ട് ഇതേപോലെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമാകാനായിട്ട്. भगत के व्यक्तित्व और उनकी वेशभूषा का अपने शब्दों में चित्र प्रस्तुत कीजिए. അല്ലെങ്കിൽ ബാലഗോവിന്ദ് ഭഗത് की സംക്ഷിപ്ത പഹചാൻ ലിഖിए. ഇത് രണ്ട് രീതിയിൽ ചോദിച്ചാലും ഈ ആൻസർ കൊടുത്താൽ മതി. भगत जी गृहस्थ होते हुए भी सीधे सरल भगत साधु थे. उनकी आयु 60 वर्ष से कुछ ऊपर थी. वे मछली कद के गोरे चिट्टे आदमी थे. उनके बाल सफ़ेद हो गए थे. उनका चेहरा सदा सफ़ेद बालों के कारण जगमगाता रहता था. ഭഗത് ഒരു ഗൃഹസ്ഥനാണ്. അത് എല്ലാവരോടും നേരെ വാ നേരെ പോ തരത്തിൽ പെരുമാറുന്ന ഒരു സന്യാസിയെപ്പോലാണ്. അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്ര വയസ്സാണ്? 60 വർഷം, 60 വയസ്സാണ്. 60 വയസ്സിന് മുകളിലായി. മുടിയൊക്കെ നരച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ആ വെളുത്ത ചുറ്റിനുമുള്ള വെളുത്ത മുടിയിഴകളുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം എപ്പോഴും ഇങ്ങനെ തിളങ്ങിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഹാ വേ ലംബി ദാഢിയ ജടായും നഹി രക്തേത്. അതെ, അദ്ദേഹം വലിയ താടിയോ അല്ലെങ്കിൽ മുടിയിൽ ജടയോ ഒന്നും വെച്ചിട്ടില്ല. वे कपड़े भी बहुत कम पहनते थे. वे प्रायः कमर में एक लंगोटी सी पहने रहते थे और सिर पर कबीर पंथियों की फांदी एक कनफटी टोपी पहने रहते थे. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ വളരെ കുറവാണ്. സാധാരണ അരയിലൊരു ലങ്കോട്ടി പോലുള്ളൊരു വസ്ത്രം ധരിക്കും. അതേപോലെ അദ്ദേഹത്തിൻ്റെ കബീർ പന്തിയും, അതായത് കബീറിൻ്റെ അനുയായികളെ പോലെ തലയിലൊരു തൊപ്പി വെച്ചിട്ടുണ്ട്. सर्दियों में वे काला कंबल ओढ़े रहते थे. उनके माथे पर सदा एक രാമാനന്ദി ചന്ദൻ സുശോഭിത रहता था. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ എപ്പോഴും ഒരു ചന്ദനമുണ്ട്. അത് രാമാനന്ദി ചന്ദൻ അതേപോലെ ഗോപി വരച്ചാണ് അദ്ദേഹം ഇരിക്കുന്നത്. जो नाक के एक किनारे से शुरू होता था, उनके गले में तुलसी की മാല ബന്ദി रहती थी. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ തുളസി മാലയുമുണ്ട്. भगत जी का व्यक्तित्व गायक भक्तों जैसा है. वे सदा ഖാജരി की लाइफ पर प्रभु भक्ति के गाने गाते रहते थे. വാസ്തവത്തിൽ അദ്ദേഹം ഒരു ഭക്ത ഗായകനാണ്, ഈശ്വരൻ്റെ ഭക്തനാണ്. അതേപോലെ ഈശ്വരൻ്റെ ഭക്തിഗീതങ്ങൾ പാടുന്ന ഒരു ഗായകനും കൂടിയാണ്. എപ്പോഴും ഈശ്വരനെ പറ്റി ഭക്തിഗീതങ്ങൾ പാടിക്കൊണ്ടേയിരിക്കും. ഉൻകി തല്ലീനത സുനനെ വാലോങ്കോ ബർബസ് അപ്നി ഓർ ഖീഞ്ച് ലേത്തി തി. അദ്ദേഹത്തിൻ്റെ ആ പാട്ട് കേട്ട് ആളുകൾ അദ്ദേഹത്തിലേക്ക് കൂടുതൽ അടുക്കും. അതേപോലെ നല്ല പോലെയാണ് അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ
ഈ ഉത്തരങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ്. ഇതിൽ നിന്നും ക്വസ്റ്റ്യനൊക്കെ വരുന്നതാണ്.